വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ഫുൾ വേവ് സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിന്റെ മൊത്തത്തിലുള്ള ഒരു ഇമേജ്. ഓക്കെ, ഇതിന് നമുക്ക് രണ്ട് പാർട്ടുകളായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പായിട്ട് ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. അതിനകത്തൊരു സർക്യൂട്ട് ഡയഗ്രാമും അതിന്റെ കൂടെ അതിന്റെ ഗ്രാഫും കൂടെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഇമേജില് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ പ്രൈമറി വൈൻഡിങ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലും, സെക്കൻഡറി വൈൻഡിങ്ങിന് നമ്പർ ഓഫ് ടേൺസ് കുറവുണ്ട്. പിന്നെ ഹാഫ് വേവ് റെക്ടിഫയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ എന്താണ്, ട്രാൻസ്ഫോമറിന് 3 ടെർമിനലുകളുണ്ട്. അത് ഒന്ന് 6, അത് കഴിഞ്ഞ് സെന്റർ, ആ വൈൻഡിങ്ങിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ടാപ്പിംഗ് പുറത്തെടുത്തിട്ട് അത് 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അടുത്തത് നമ്മൾ 6, അപ്പോൾ 6 0 6 എന്നുള്ള രീതിയിൽ എടുക്കുന്നു. പിന്നെ നേരത്തെ ഉള്ളത് ഹാഫ് വേവില് ഒരു ഡയോഡേ ഉള്ളെങ്കിൽ ഇവിടെ 2 ഹാഫ് വേവുകളാണ് എടുക്കുന്നത്. അത് എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ 6ൽ നിന്നും, മുകളിലത്തെ 6ൽ നിന്നും പോസിറ്റീവ്, ഫസ്റ്റ് ഹാഫ് സൈക്കിള് മുകളിലത്തെ 6ൽ നിന്നും നേരെ പോസിറ്റീവ് നേരെ അത് ഫസ്റ്റ് ഡയോഡിലേക്ക് പോയി. ഡയോഡിലേക്ക് പോയപ്പോ ആ ഡയോഡ് D1 എന്ന് പറയുന്ന 1N4007 എന്ന ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്തിട്ട് അത് നേരെ തിരിച്ചു വന്ന് നമ്മുടെ D2ന്റെ കണക്ഷനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നെ റിവേഴ്സ് ബയാസ് ആണ്. കാര്യം D2 അപ്പോഴും റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല. പകരം അത് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് RL റെസിസ്റ്റീവ് ലോഡ് വഴി നേരെ 0യിലേക്ക് എത്തി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ്. സെക്കൻഡ് സൈക്കിള് 0യിൽ നിന്ന് താഴത്തെ 6 പോസിറ്റീവ് ആയപ്പോൾ എന്ത് സംഭവിച്ചു, അത് നേരെ D2ലേക്ക് ഫോർവേഡ് ബയാസിലൂടെ പോയി നേരെ വന്ന് നേരത്തെ വന്നതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, D1ൽ എത്തുമ്പോൾ D1 അപ്പോൾ റിവേഴ്സ് ബയാസ് ആയിരിക്കും, അതിലേക്ക് പോകത്തില്ല. പകരം D2ന്റെ നെഗറ്റീവ് എൻഡ് വഴി നേരെ റെസിസ്റ്റൻസ് വഴി നേരെ 0യിലേക്ക് എത്തി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും മറ്റത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നെഗറ്റീവ് സൈക്കിളും പോസിറ്റീവ് സൈക്കിളും ഒരേ സമയം തന്നെ അപ്പുറവും ഇപ്പുറവും കിട്ടും. ഹാഫ് വേവിലാണെങ്കിൽ നമുക്ക് അത് കിട്ടത്തില്ല, ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടൂ. ഇനി നമ്മളൊരു കപ്പാസിറ്ററും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് അടുത്ത ഇമേജിൽ നിന്ന് അത് മനസ്സിലാവും. അപ്പൊ ഇവിടെ നോക്കിയേ, ഫുൾ സെൻട്രൽ ടാപ്പിന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡയോഡ് D1 വഴി വന്ന് തിരിച്ച് റെസിസ്റ്റൻസ് വഴി പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ വേവ് ഫോമിലെ ഫസ്റ്റ് ഹാഫ് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിള് റിവേഴ്സ് ബയാസിലായി പോകുമ്പോൾ D2 ഫോർവേഡ് ബയാസിലാവും. അപ്പോഴും നമുക്ക് നേരെ ആ സൈക്കിളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതും നമുക്ക് തിരിച്ചു കിട്ടി. നേരെ തല തിരിച്ച് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത്, ആ ഗ്രാഫിൽ കാണുന്ന മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത്, ഞാനൊരു ചെറിയ കപ്പാസിറ്റർ, ഒരു 10 മൈക്രോ ഫാരഡോ അല്ലെങ്കിൽ ഒരു 47 മൈക്രോ ഫാരഡോ ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ, 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ ഇടുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ താഴെ നിങ്ങൾക്ക് കാണാം, ആ ഗ്രാഫിന്റെ താഴത്തെ പോയിന്റ് എക്സ് ആക്സിസ് 0 പോയിന്റ് അല്പം ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒന്ന് കഴിഞ്ഞ് മൂന്നാമത്തെ, അതായത് 180 ഡിഗ്രിയിൽ എവിടെയും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൂന്നാമത്തേലും നാലാമത്തേലും ഇങ്ങനെ അല്ല അഞ്ചാമത്തേലും ഇങ്ങനെ കണ്ടിന്യൂ നമ്മൾ പോകുന്നുള്ളത് ഈ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പീക്ക് ടു പീക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, മാക്സിമം പീക്ക്. അപ്പൊ ഇത് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിങ് പവറാണ്. 90 ഡിഗ്രി കഴിഞ്ഞ് 180 ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്ത് അത് വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് അടുത്ത പോയിന്റിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ഞാൻ താഴെ ഒരു 100 അല്ലെങ്കിൽ 470 അല്ലെങ്കിൽ 220 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റി ഇട്ടപ്പോൾ ആ ഡിസ്ചാർജിങ് പവർ കൂടി പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 470 അല്ലെങ്കിൽ 1000 ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവത്തില്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ നമുക്ക് കിട്ടൂ. ഈ വളവെല്ലാം നോന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു DC നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ഫുൾ വേവ് സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.